ഹലോ ഗെയ്സ്, അദ്വൈതൻ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചെറിയ പാചകത്തിന് വേണ്ടിയിട്ട് ഒരു ചീര കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തോന്ന് ചീരയാണെന്ന്. നമ്മൾ ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പൊന്നാങ്കണ്ണി ചീര അത് ഞാൻ ഇവിടെ കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട്, ധാരാളമുണ്ട്. നിങ്ങൾ വെറുതെ ഇങ്ങനെ എടുത്തിട്ടാൽ മതി, അങ്ങ് പടർന്ന് പന്തലിച്ച് കയറും. അങ്ങനെ ഞാനിവിടെ കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് തോരൻ വയ്ക്കാൻ വേണ്ടി പൊന്നാങ്കണ്ണി ചീര കട്ട് ചെയ്തെടുക്കാം. അത് നിങ്ങൾക്കപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി കൂടെ തരാം. പൊന്നാങ്കണ്ണി ചീര ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ്, ചെറുചീരയെന്നും അറിയപ്പെടും. ഞാൻ കാണിച്ചു തരാം. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ കാണിച്ചു തരാം. ഞങ്ങളുടെ പൊന്നാങ്കണ്ണി ചീര കാണിച്ചു തരാം. പൊന്നാങ്കണ്ണി ചീര യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ സുലഭമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അതെന്താണെന്ന്. അപ്പോൾ എന്നോടൊപ്പം വന്നോളൂ, ചീര കട്ട് ചെയ്തെടുക്കാം. ഹലോ ഗൈസ്, കണ്ടില്ലേ? ഇതാണ് പൊന്നാങ്കണ്ണി ചീര. കണ്ടോ, പടന്ന് നിറഞ്ഞു കിടക്കുന്നത് കണ്ടോ? ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഞാനിതിനെക്കുറിച്ച്, ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നിറഞ്ഞ് വെറുതെ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ മതി, അവിടെ കിടന്ന് അങ്ങ് പറഞ്ഞോളൂ. അപ്പം ഞാനിത് എന്തായാലും കട്ട് ചെയ്തെടുക്കട്ടെ കുറച്ച് കേട്ടോ. കണ്ടോ ഗൈസ്, കണ്ടോ? ഇത് ഈ പൊന്നാങ്കണ്ണി ചീര നന്നായിട്ട് വെയിൽ കൊണ്ട് മിറ്റി വരുമ്പോഴാണ് ഈ കളറിൽ വരുന്നത്. അല്ലെങ്കിൽ ഇളത് പച്ചയായിരിക്കും, ഇളം കളറിൽ കണ്ട തിളർപ്പായിട്ടിരിക്കും. നമുക്ക് തിളിർത്ത് നിൽക്കുന്നത് തോരൻ വയ്ക്കാൻ വേണ്ടി എടുക്കുന്നതാണ് നല്ലത്. കണ്ടോ, രണ്ട് കളറിലായിട്ട് നിൽക്കും. ഇത് സൂര്യപ്രകാശം അടിച്ച് നന്നായിട്ട് മിറ്റിയ കളറാണിത്, റെഡ് കളറിൽ. പിന്നെ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചിലത് ഇതിൻ്റെ ഇടയിൽ കാണും, അത് ഞാൻ കാണിച്ചു തരാം. ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ തിരിച്ചറിയേണ്ടതെന്ന്. കണ്ടോ ഗൈസ്, ഇത് ഈ പൊന്നാങ്കണ്ണി ചീരയുടെ ഇടയിൽ ഇത് പടർന്ന് നിൽക്കും. ഇത് പൊന്നാങ്കണ്ണി ചീരയല്ല. ഈ കണ്ടോ, ഇതിലൊരു പൂവൊക്കെ ഉണ്ട്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ, ഇത് കളയാണ്. ഇതാണ് പൊന്നാങ്കണ്ണി ചീര, ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീര. കണ്ടോ, ഇത് ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ഇങ്ങനെ നട്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് റോഡ് സൈഡിലൊക്കെ ഇത് പടർന്നു കിടക്കും. ചിലർക്ക് അറിയാതെ ചില ആൾക്കാരുണ്ട് ഏതാണ് ഇതിൽ പൊന്നാങ്കണ്ണി ചീരയെന്ന്. ഇതല്ല, ഇതാണ് പൊന്നാങ്കണ്ണി ചീര. കണ്ടോ, അപ്പം ഞാൻ കണ്ടോ ഇവിടെ അത്രയും നിറച്ചിട്ടിരിക്കുന്ന എല്ലാവർക്കും ചെറിയ ഒരു പീസ് മതി. ഇവിടെ ഇട്ടിരുന്ന അത് പൊടിച്ച് നിറഞ്ഞ് പടർന്നു കയറും, പടർന്ന് നിറഞ്ഞ് പന്തലിക്കും. ഇത് എനിക്ക് കിട്ടിയതിൽ ഒരു കഥയുണ്ട്, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര. അതായത് വൈറ്റമിൻ എയും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിനും നാടിക്കുമൊക്കെ നല്ല വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നല്ലതാണ്. അതായത് ഇത് എനിക്കറിയില്ലായിരുന്നു. ഇത് കിട്ടിയതിനൊരു കഥയുണ്ട് എനിക്ക്. ഒരു 4 വർഷം മുമ്പ് ഞങ്ങൾ ഒരു കന്യാകുമാരി ട്രിപ്പ് പോയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നട്ട് നിറച്ചിട്ടിരിക്കുന്നു. അതിന്നിങ്ങനെ കട്ട് ചെയ്ത് അവർ തറയിലിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ കരുതി ഇത് ചെടിയായിരിക്കും, കന്യാകുമാരി തമിഴ്നാട്ടിലാണ് ഈ ചീര പ്രശസ്തമായിട്ട് ചെറു ചീര എന്നറിയപ്പെടുന്നത്. അത് ഞാൻ പിന്നെയാണ് അറിയുന്നത്.
അപ്പം ഞങ്ങൾ 4 വർഷം മുമ്പ് ട്രിപ്പ് പോയപ്പോൾ ഇതുപോലെ കണ്ടു. ഞാൻ വിചാരിച്ചു ചെടിയായിരിക്കും ഇങ്ങനെ നിരത്തി പടർത്തി ഇട്ടിരിക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ കൊണ്ട് നടാമെന്ന് കരുതി ഞാൻ ഒരു പിടി ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു. കന്യാകുമാരി പോയപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഞങ്ങളുടെ മുറ്റത്ത് ഒരു ചെറിയൊരു സ്പേസിൽ ഞാൻ കൊണ്ട് ഇതിട്ടു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ നിന്ന് കിടന്ന് നിറഞ്ഞ് വളരുന്നു. അപ്പം ഞാൻ ഞങ്ങളുടെ വീടിനും മതിലിനും പുറത്ത് റോഡ് സൈഡിൽ കാട് കയറണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ പൊതുവെ കാടുണ്ടാവുമല്ലോ റോഡിന് സൈഡിൽ, വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ. അപ്പോൾ അവിടെ നല്ല ഭംഗിയായിട്ട് കിടക്കാൻ വേണ്ടി ഞാൻ ഇതിനെ കട്ട് ചെയ്ത് റോഡ് സൈഡിൽ ഞങ്ങളുടെ മതിലിന് പുറത്തായിട്ട് നിരത്തി അങ്ങിട്ടായിരുന്നു. അപ്പോൾ ഇത് അവിടെ കിടന്ന് ഒത്തിരി പടർന്നു കയറി. അപ്പോൾ ഒരിക്കൽ ഞാൻ ഇങ്ങനെ അവിടെ ചെടിയൊക്കെ നട്ടുകൊണ്ടിരുമ്പോൾ റോഡേ വണ്ടി ഓടിച്ച് പോയ ഒരു ലേഡി കൊണ്ട് നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെടി വെറുതെ ഇട്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞു. വെറുതെ ഞാൻ കാട് കയറാതെ ഇട്ടിരിക്കുന്നതാ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു ഇത് വെറും ചെടിയല്ല, ഇതൊരു മരുന്ന് ചെടിയാണ്, പൊന്നാങ്കണ്ണി ചീര എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഞാൻ ആയുർവേദ കോളേജിൽ വർക്ക് ചെയ്യുന്നതാണ്, എനിക്കറിയാം ഇത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞിട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല, എനിക്ക് ഡൗട്ടായിരുന്നു. അപ്പോൾ ആ ലേഡി പറഞ്ഞു ഈ പൊന്നാങ്കണ്ണി ചീര 40 ദിവസം. അപ്പോൾ എൻ്റെ മോൻ ആദിക്ക് കണ്ണട വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ലേഡി പറഞ്ഞേ ഈ പൊന്നാങ്കണ്ണി ചീര മോന് 40 ദിവസം തോരൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ കണ്ണട മാറ്റാൻ പറ്റും, അത്രയ്ക്ക് ഔഷധ ഗുണമുള്ളതാണ് ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്നിട്ടും എനിക്കൊരു പേടി. ഞാൻ ചോദിച്ചാണോ? അപ്പോൾ എന്നോട് അവർ കുറച്ച് ചോദിച്ചു, അവർക്ക് ഞാൻ കുറച്ച് കൊടുത്ത് വിടുകയും ചെയ്തു. എന്നാലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇത് മരുന്നാണ്, ചീരയാണ്, എന്നാലും ഞങ്ങൾക്കൊരു പേടി. അപ്പോൾ ഇവിടെ കുറച്ച് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ആശ്രമമുണ്ട്, സിദ്ധാശ്രമം. അവിടുത്തെ സ്വാമി കുറച്ച് നാൾ കഴിഞ്ഞ് ഇങ്ങനെ പോയപ്പോൾ എന്നോട് ചോദിച്ചു ഇതിൽ നിന്ന് കുറച്ച് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ കൊടുത്തു. അപ്പോഴാണ് ആ സ്വാമിയാണ് എന്നോട് പറഞ്ഞത് ഇത് ചെറുചീര എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് തോരൻ വെച്ചും പല ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഔഷധ ഗുണം പല അസുഖങ്ങൾക്കുമുള്ള മരുന്നാണ് ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശ്വാസം, എന്തായാലും സ്വാമിയല്ലേ, അവർക്ക് വൈദ്യശാലയും അതും ഇതുമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വിശ്വാസമായി ഇത് ചീര തന്നെയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അന്ന് തന്നെ കുറച്ച് കട്ട് ചെയ്ത് ചീര ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു. ചീര ഉണ്ടാക്കി. ചീരയിൽ നമ്മുടെ പരിപ്പ്, എന്നിട്ട് സ്വാമി എനിക്ക് പറഞ്ഞു തന്നാൽ അല്പം പരിപ്പ് കൂടെ ഇട്ട്, സാമ്പാർ പരിപ്പ് ഇട്ട് ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് തോരൻ വെച്ചാൽ മതി. തോരൻ വെച്ച് കുട്ടികൾക്ക് കൊടുക്കുക, എല്ലാവർക്കും നല്ല മരുന്നാണ്. അത്രയും നാളെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിൻ്റെ. പിന്നെയാണ് ഈ പൊന്നാങ്കണ്ണി ചീര എന്നുള്ളത് ആ പേര് കിട്ടിയപ്പോഴാണ് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ശരിയാണ്, ഇത് മരുന്നാണ്. പലയിടത്തും ഇതിനു മുമ്പ് ഒത്തിരി വിലയ്ക്ക് വിറ്റിരുന്ന സാധനമാണ് അവർ തൂക്കിയത്. അപ്പോൾ ഞാൻ 1-2 വീഡിയോസിലൊക്കെ കണ്ടു 1 കിലോ 3000 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്, 2000 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു പ്രമുഖ യൂട്യൂബർ, അതെല്ലാവർക്കും അറിയാം, യൂട്യൂബറുടെ തോട്ടം മൊത്തം നിറച്ച് വയൽ മൊത്തം ഇത് കൃഷി ചെയ്ത് ഓൺലൈനായിട്ട് പലർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒരു ചെടി ഓൺലൈനായിട്ട് വിൽക്കുമ്പോൾ 90 രൂപയോ 100 രൂപ എന്തുവാണ്. ഞാൻ ആ വീഡിയോ കണ്ട്, അത് വൈറലായ വീഡിയോ ആണ്. അതിനു മുമ്പേ ഞങ്ങളിത് കറി വയ്ക്കുമായിരുന്നു, തോരൻ വയ്ക്കുമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും, ഞാനിത് ക്യാഷിനായിട്ടല്ല, ഇവിടെ വരാൻ പറ്റത്തില്ല, വരുന്നവർക്ക് ഞാൻ ഇത് കൊടുക്കാറുണ്ട്. ഇതിൽ റോഡിലെ പോകുന്നവരൊക്കെ പലരും ഇത് അറിയാമെന്നുള്ളവർ എന്നോട് ചോദിക്കും. ഞാൻ ഒത്തിരി പിടിച്ചു. ഇത് സാധാരണ ഇഷ്ടം പോലെ പിടിച്ച് കയറും. നമ്മൾ ഇളകിയ മണ്ണിൽ നിറച്ച് കൊണ്ടിട്ട് നിറച്ച് പടർന്നങ്ങ് കയറും. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും നിങ്ങൾക്ക് ആർക്ക് ആവശ്യമുണ്ടെങ്കിലും അയച്ചു തരാനൊന്നും പറ്റത്തില്ല. ട്രിവാൻഡ്രം ജില്ലയിലെ കാട്ടാക്കട കുറ്റിച്ചൽ പഞ്ചായത്തിലാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ വരുന്നവർക്ക് ഞാനിത് തരാം, ആർക്ക് വേണമെങ്കിലും ഇത് തരുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് എല്ലാവർക്കും വീട്ടിലൊക്കെ കൃഷി ചെയ്ത് ഔഷധ ഗുണമുള്ള സാധനമല്ലേ. ഇപ്പം റെയറല്ല, എല്ലായിടവും സുലഭമായിട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം. നമുക്ക് ഇത് തോരൻ വയ്ക്കണ്ടേ, അപ്പോൾ തോരൻ വയ്ക്കാൻ വേണ്ടി ഇത് കട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയ രീതി എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതിനതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കഥയുണ്ട് എനിക്ക് ഇത് കിട്ടിയതിന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കഥ. അപ്പം ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 40 ദിവസമൊന്നും ഇവർ വെച്ച് കഴിക്കത്തില്ല, കുട്ടികളല്ലേ, അവർ സ്ഥിരമായിട്ട് ഒരു ഫുഡ് കൊടുത്താൽ അവർ കഴിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്, തോരൻ വെച്ച് കൊടുക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്, നമ്മുടെ സാധാരണ ചീരയെക്കാളും നല്ല ടേസ്റ്റാണ് ഈ സാധനത്തിന്. അപ്പം ഞാൻ എന്തായാലും വന്നോളൂ, ഞാൻ കട്ട് ചെയ്യട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിത് ആദ്യം കഴുകണം, നന്നായിട്ട് കഴുകി തോരാൻ വയ്ക്കണം കേട്ടോ. എന്നുവെച്ചാൽ ഇത് നമ്മൾ പടർന്ന് മണ്ണിലൊക്കെ നിൽക്കുന്നതല്ലേ, മണ്ണൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. നിറച്ച് ഇലയോടുകൂടി ഞാൻ ഇതിൻ്റെ തണ്ടൊന്നും കളയില്ല,
എന്നുവെച്ചാൽ ഞങ്ങൾ വേറൊന്നും കട്ട് ചെയ്തില്ലല്ലോ. അപ്പോൾ തണ്ട് മുകളിൽ വെച്ച് ഇളந்த ഭാഗം അത്രയല്ലേ, ഇളം ഭാഗമല്ലേ കട്ട് ചെയ്തേ. അപ്പോൾ 2-3 വെള്ളം നന്നായിട്ട് കഴുകണം കേട്ടോ. കഴുകി ഒരു 3-4 വെള്ളം കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിരിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ 4-5 വെള്ളം കഴുകിയിട്ടുണ്ട് കണ്ടോ. കഴുകി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഞാനിത് പാത്രത്തിലേക്ക് എടുക്കുകയാണേ. ഒട്ടും മണ്ണോ ഒന്നുമില്ല. അപ്പോൾ ഇത് അല്പം ഒന്ന് വെള്ളമൊക്കെ തോർന്ന് നല്ല എടുക്കട്ടെ. നല്ലതായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ മണ്ണൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. തറയിൽ പടർന്ന് കിടക്കുന്ന സാധനം ആയതുകൊണ്ട് മണ്ണ് കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ അപ്പോൾ ഇത് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് സാധാരണ ചീരയൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അതുപോലെ ഞാൻ തണ്ട് എല്ലാം എടുക്കുന്നുണ്ട്. ഇളതായതുകൊണ്ടേ മിറ്റിയതല്ലല്ലോ. അപ്പോൾ തണ്ടോടെയാണ് ഞാൻ എല്ലാം നല്ല ഔഷധ ഗുണമുള്ളത്. എന്തിനാ വെറുതെ കളയുന്നതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ ചീര കട്ട് ചെയ്യുന്നത് പോലെ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചാണ് എളുപ്പത്തിന് വേണ്ടി കട്ട് ചെയ്യുന്നത് കേട്ടോ. എനിക്കല്ലാതെ പറ്റത്തില്ല, എൻ്റെ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സാധാരണ ചീരയൊക്കെ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സൗകര്യം പോലുള്ള രീതിയിൽ വെച്ച് കട്ട് ചെയ്താൽ മതി. ഇതുപോലെ എന്തായാലും ചീര കട്ട് ചെയ്യുന്നത് പോലെയാണ് കട്ട് ചെയ്യുന്നത്. ഇതാകുമ്പോൾ സൗകര്യമുണ്ട് കേട്ടോ. കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ചീര കട്ട് ചെയ്തതൊക്കെ കണ്ടല്ലോ. ചീരയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയെന്ന് തോന്നുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കുറച്ച് എടുത്ത് നട്ടിടേണ്ടതാണ്. എല്ലാ കുട്ടികൾക്കും നല്ല ആരോഗ്യത്തിന്, കണ്ണിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നല്ല ഉപയോഗമുള്ള ഒരു ഫുഡാണിത്. അപ്പോൾ മാക്സിമം എല്ലാ കുട്ടികൾക്കും, കുഞ്ഞുങ്ങൾക്കും, മുതിർന്നവർക്കും എല്ലാവർക്കും വെച്ച് കഴിക്കാം ഇത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൻ്റെ അടുത്ത് നമ്മുടെ ചെടികളുടെ ഇടയിൽ കുറച്ച് നട്ടിട്ടിരുന്നാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്തൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ സാധാരണ ഇനി ചീര നമ്മൾ സാധാരണ എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നത്, അല്പം സാമ്പാർ പരിപ്പ്, ആ പരിപ്പൂടെ 1 സ്പൂണ് കൂടെ ഇട്ട് നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഓരോ രീതിയിലാണല്ലോ തോരൻ വയ്ക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ തോരൻ വെച്ചോളൂ. അപ്പം ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, അത് കാണിക്കുന്നില്ല ഇനി തോരൻ വയ്ക്കുന്നത്. അപ്പോൾ ഇതിന് വീഡിയോന് കൂടുതൽ ലെങ്ത് ആയി പോവും. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരിക്കൽ കൂടെ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.